പെർഫ്യൂം വെയർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പെർഫ്യൂം വെയർ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷേ അധികം ആളുകൾ ഇങ്ങനെ തലതിരിഞ്ഞ് നോക്കണില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് ഞാൻ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ എൻ്റെ കളക്ഷനിലുള്ള 2 പെർഫ്യൂമിൻ്റെ ലെയറിംഗ് കോംബോ നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടുന്നുള്ളതിൽ 100% ഉറപ്പാണ്. ആളുകൾ നിങ്ങൾ തല തിരിഞ്ഞ് നോക്കും നിങ്ങൾ ഏത് പെർഫ്യൂമാണ് വെയർ ചെയ്യുന്നത്. ഞാൻ പറയാൻ പോകുന്ന 2 പെർഫ്യൂമിൽ ഒരെണ്ണം ഒരുവിധം എല്ലാവരുടെ കയ്യിലുള്ള ഫ്രഞ്ച് അവന്യൂവിൻ്റെ ലിക്വിഡ് ബ്രൂൺ ആണ്. അടുത്തത് വരുന്നത് ജേഡോട്ട് ഫ്രാഗ്രൻസിൻ്റെ ജനൻ മസ്ക്. ഈ 2 പെർഫ്യൂം മിക്സ് ചെയ്ത് പോയ എൻ്റെ മക്കളെ ഒരു കിഡിലൻ കോമ്പിനേഷനാണ്, കിഡിലൻ ലെയർ കോംബോ ആണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പെർഫ്യൂം. ഒരു വല്ലാത്ത ജാതി പെർഫ്യൂം കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഹമ്പിൾ റിക്വസ്റ്റാണ്, നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇതെങ്ങനെയാണ് സ്മെല് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ജനൻ മസ്കിൻ്റെ ആ ഒരു മസ്കിനെസ്, ആ ഒരു സാൻഡൽവുഡ്, പിങ്ക് പെപ്പർ, ആ ഒരു സ്മെല്ലിലേക്ക് അതിൻ്റെ കൂടെ ബർബൺ വാനില, ആ ഒരു ഓറഞ്ച് ബ്ലോസത്തിൻ്റെ ആ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ മക്കളെ ഒരു രക്ഷയില്ലാത്ത ലെയറിങ് കോംബോ ആണ്. ഗൈസ് യു ട്രൈ ദിസ്. ലിക്വിഡ് ബ്രൂണിനെ പറ്റി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും, ഓ ലിക്വിഡ് ബ്രൂൺ വളരെ ഒരു കോമൺ സ്മെല്ലായിട്ട് ഇപ്പോൾ അത് വന്നേക്കാണ്, ഒരു സ്വീറ്റ്നെസ്. പക്ഷേ ഈ ലിക്വിഡ് ബ്രൗണിലേക്ക് ഒരു മസ്കിനെസ് വരുമ്പോൾ ആ ഒരു സ്വീറ്റ് മസ്കിനെസ് ഒരു ഫീല്, അതാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം. അപ്പോൾ ഞാനിത് എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക്. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ. സ്റ്റേ ട്യൂൺഡ്.